ഹലോ, വെൽക്കം ടു സേനോസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു അടിപൊളി ഈസി റെസിപ്പിയുമായിട്ടാണ്. ബ്രെഡ് ചോക്ലേറ്റ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് സമയം കളയാതെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ പേര് പോലെ തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ബ്രെഡും ചോക്ലേറ്റുമാണ്. ഞാനിവിടെ ഡയറി മിൽക്കാണ് എടുത്തത്. ഇതന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ്സൊക്കെ ഇങ്ങനെ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 6 ബ്രെഡ് സ്ലൈസസ് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 6 ചോക്ലേറ്റ് പീസസും. ഇനി നമുക്ക് ഓരോ ബ്രെഡായി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചോക്ലേറ്റ്സ് വെച്ച് മടക്കുമ്പോൾ ബ്രെഡ് പൊട്ടിപ്പോകാതെ ഇരിക്കും. ഇനി ഇങ്ങനെ കാണുന്നത് പോലെ ചോക്ലേറ്റ് സെൻറ്ററിൽ വെച്ച് ഇങ്ങനെ മടക്കിയിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എൻഡ്സൊക്കെ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതാ എല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡ്സൊക്കെ ജോയിൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇത് ടോസ്റ്റ് ചെയ്ത് കഴിക്കാം. പക്ഷേ കുറച്ചുകൂടി ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് മൈദ ഉണ്ടാവും. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊരു ലൂസ് കൺസിസ്റ്റൻസി ആക്കിയെടുക്കാം. 1/4 കപ്പ് മൈദയ്ക്ക് ഞാനിവിടെ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നിങ്ങൾ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് നോക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ഫുൾ ഒഴിച്ചിട്ടുണ്ട്. ഇതേപോലെ കട്ടയില്ലാതെ ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് ആദ്യം ഈ മൈദയുടെ കൂട്ടിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട യൂസ് ചെയ്യാം, നമ്മുടെ കട്ട്ലറ്റിനൊക്കെ ചെയ്യുന്നത് പോലെ. ഇനി ഇത് നമുക്ക് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് ഞാൻ എൻ്റെ ചിക്കൻ റോൾ റെസിപ്പിയിൽ കാണിച്ചിരുന്നു. കാണാത്തവർ അത് കണ്ടു നോക്കുക. അപ്പോൾ ഞാനെല്ലാം ഇതാ ഇങ്ങനെ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ഒരു ചട്ടി എടുത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചു വിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് ഇതാ ഇങ്ങനെ പൊങ്ങി വരും. ഇതേപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയാലും നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ചോക്ലേറ്റ് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇതേപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വെറൈറ്റി ഡിഷുമായി കാണുന്നതുവരെ ബൈ.